പോസിറ്റീവ് ആണെന്ന് നീ പറയുന്നു. എന്നൊക്കെ വിളിക്കുന്നതും ഈ കണ്ടുപിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ചാവാം. പതറാതെ ശത്രുക്കളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ എന്നെ പഠിപ്പിക്കാൻ വിശ്വേട്ടനുണ്ടായിരുന്നു. ഇപ്പൊ ജീവിതാവസ്ഥകൾക്ക് മുന്നിൽ പേടിച്ചു നിൽക്കുന്ന എന്റെ മോനെ നീ വേണം കൈ പിടിച്ച് നടത്താൻ. അതൊക്കെ പണ്ട്. ഇപ്പൊ എന്റെ മുന്നിൽ അമ്മ പറഞ്ഞ വെളിച്ചപ്പാടിനെ പോലെ ഉറഞ്ഞു തുള്ളുന്ന രൂപേഷേട്ടനെ ഞാൻ പേടിക്കുന്നു. ഞാനിപ്പോ അച്ഛൻ പഠിപ്പിച്ച ചെറുത്ത് നിൽപ്പിന്റെ ചുവടുകൾ പോലും മറന്നിരിക്കുന്നു. അങ്ങനെ പേടിയുള്ള ഒരാളാണോ സർപ്പക്കാവിന്റെ തണലിലും ശവപ്പറമ്പിലും ഒക്കെ മറ്റുള്ളവരുടെ ഭൂതകാലം കുഴിച്ചെടുക്കാൻ നടക്കുന്നത്? അത് അപകടവാ. അകറ്റി നിർത്തിയിരിക്കുന്ന ആത്മാക്കളെയാണ് നീ വിളിച്ചുണർത്തുന്നത്. ചോര കാണാതെ അവര് മടങ്ങിപ്പോവില്ല. മോളെ, പല കണക്കുകൾ തീർക്കാൻ അലിഞ്ഞു തിരിയുന്ന ഗതി കിട്ടാത്ത ആത്മാക്കളുണ്ട്. അവയുടെ രഹസ്യങ്ങൾ തേടിപ്പോയാൽ അത് കണ്ടെത്തുന്നവർക്ക് മരണം വരെ സംഭവിക്കാം. ഉറങ്ങുന്നവരെ വിളിച്ചുണർത്താം. ഉറക്കം നടിക്കുന്നവരെയോ യക്ഷിയും പിശാചിനെയും ഒക്കെ ആണിയടിച്ച് തളച്ചിട്ടു എന്നൊക്കെ പറയാറില്ലേ? കേൾക്കുന്നവർക്കൊക്കെ പരിഹസിക്കാം. പലതും സത്യമാണ്. മനസ്സിലായാലും ഓർമ്മയിലായാലും കഴിഞ്ഞ കാലങ്ങളെ പെട്ടിയിലടച്ച് തട്ടുമ്പുറത്തിടും. അത് ചികഞ്ഞെടുത്ത് പുറത്തിട്ടാൽ മരണം വരെ സംഭവിക്കാം. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല. നീ ഇപ്പൊ തേടിപ്പോകുന്നത് രഹസ്യങ്ങളുടെ വലിയൊരു നിലവറയിലേക്കാണ്. അത് വർഷങ്ങളുടെ തുരുമ്പിട്ട പൂട്ടുകൾ കൊണ്ട് പണിപ്പെട്ട് ബന്ധിച്ചതാ. അത് മറക്കരുത്. നിന്നെ മാത്രമല്ല, എന്നെയും അത് വേട്ടയാടും. പവിത്രൻ നീ കരുതുന്ന ഒരാളല്ല. പലപ്പോഴും നീ ചോദിച്ചിട്ടുണ്ട്, അമ്മ എന്താ പവിത്രനെ ഇങ്ങനെ കീഴ്പ്പെടുന്നതെന്ന്. കീഴ്പ്പെടുന്നതും അനുസരിക്കുന്നതും ഒന്നുമല്ല. എനിക്ക് പവിത്രനെ പേടിയാ. എന്തുകൊണ്ട്, എന്തിനു പേടിക്കുന്നു എന്നൊക്കെ ചോദിച്ചാ എല്ലാം തുറന്നു പറയാൻ എന്നെ കൊണ്ടാവില്ല. ചിലപ്പോ സ്നേഹത്തിന്റെ നേർത്ത നൂലിഴകൾ കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ പണത്തിന്റെ, സ്വത്തിന്റെ ഒക്കെ പ്രലോഭനങ്ങൾ കൊണ്ടാവും പവിത്രൻ ഇങ്ങനെ ശാന്തനായിരിക്കുന്നത്. നീ തേടി നടക്കുന്നത് അവന്റെ മാത്രം ഭൂതകാലമല്ല. അത് തുറന്നു കാണിക്കുന്നത് ചിലപ്പോ നഷ്ടങ്ങളുടെ കല്ലറകളായിരിക്കും. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. സ്വന്തം ജീവന് വില കൊടുക്കാത്തവർ യഥാർത്ഥത്തിൽ ധൈര്യമുള്ളവരല്ല, ഭീരുക്കളാ. വലിച്ചു പുറത്തിടുന്ന ചില സത്യങ്ങൾ നിന്നെ മാത്രമല്ല, ഈ കുടുംബത്തെ ഒന്നാകെ തകർത്തെറിയും. എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാൽ പോലും ഞാനത് കാര്യമാക്കുന്നില്ല. എന്റെ ജീവനല്ല, അമ്മയുടെ ജീവനാ എനിക്ക് വലുത്. ശരി, ഇത്രയും നാളും നീ പലതും തേടിപ്പോയില്ലേ?
എന്താണ് നീ കണ്ടെത്തിയത്? അറിഞ്ഞത് പറഞ്ഞ അമ്മയ്ക്ക് ചിലപ്പോ ദേഷ്യം വരും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ശ്രേയെ കൊന്നത് ഞാനാണെന്നല്ലേ നീ അറിഞ്ഞത്? അതെ, ശ്രേയെ കൊന്നത് അമ്മയാണെന്ന് തന്നെയാ ഞാൻ അറിഞ്ഞത്. നീ അറിഞ്ഞതൊക്കെ ശരിയാ. ശ്രേയെ കൊന്നത് ഞാൻ തന്നെയാ. അതിന്റെ ശിക്ഷ എന്നോണം പവിത്രൻ അവന്റെ മോൾക്ക് ശ്രേയ എന്ന് പേരിട്ടു. ഓരോ തവണ ആ പേര് വിളിക്കുമ്പോഴും എന്നെ അതെല്ലാം ഓർമ്മപ്പെടുത്തുകയാ. ശ്രേയയുടെ അവസാനത്തെ നിലവിളി ഇന്നും എന്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. അമ്മ ഒരാളെ കൊന്നെന്നോ? ഒരിക്കലുമില്ല. ശത്രുക്കളെ വീട്ടിൽ വിളിച്ചു വരുത്തി സദ്യ കൊടുക്കുന്ന ആളാ. എന്നെ ആദ്യം സുമംഗലേച്ചിയും വിശ്വേട്ടനും കൊണ്ടുപോയത് ശ്രേയയിൽ നിന്നും അകറ്റാൻ മാത്രമായിരുന്നില്ല, പഠിപ്പിക്കാൻ കൂടിയായിരുന്നു. എല്ലാ സൗകര്യങ്ങളും തന്ന് എന്നെ പഠിപ്പിച്ചു. ശ്രേയയും ഞാനുമായി കൂടുതൽ അടുക്കാതിരിക്കാൻ എന്നെ നാട്ടിലേക്ക് വിട്ടതുപോലുമില്ല. എങ്കിലും ഞങ്ങളെ വേർപിരിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. പക്ഷേ